വിഷമം? ഞാൻ ഒരു മാരത്തോൺ റണ്ണറായിരുന്നു. പിന്നെ കാലുമ്മ ക്യാൻസർ വന്നതിനെ തുടർന്ന് വലത്തേക്കാല് മുറിക്കേണ്ടി ഇപ്പൊ ഒരു 2-3 ഗർഭിണികൾ തന്നെ തൃശ്ശൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇതിനൊക്കെയായിട്ട് നമ്മുടെ വണ്ടി വിളിക്കാറുണ്ട്. നമ്മളിപ്പോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, വണ്ടി കയറി ഇരുന്ന അപ്പൊ അവര് ആദ്യം പറയുന്നത് അവര് തമ്മിൽ അടക്കം പറയും, നല്ല സ്പേസ് ഉണ്ട്. ഫസ്റ്റ് അവർ കയറി വിളിക്കും, അവര് തമ്മിലിടാം. ചില ദിവസം ഞാൻ 1 കിലോമീറ്റർ ബാലൻസ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച നമ്മുടെ വിനോദേട്ടന്റെ ഏറ്റവും പുതിയ മോൺട്രയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നാണ്. ഒത്തിരി വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വിനോദേട്ടൻ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വിനോദേട്ടൻ എത്ര നാളായി നമ്മുടെ വണ്ടി എടുത്തിട്ട്? വണ്ടി ഒരു 4 മാസമായി എടുത്തിട്ട്. എന്താണ് വണ്ടി എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി? നമുക്ക് എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഇത് പറ്റിയത് വിഷമം? ഞാൻ ഒരു മാരത്തോൺ റണ്ണറായിരുന്നു. പിന്നെ കാലുമ്മ ക്യാൻസർ വന്നതിനെ തുടർന്ന് വലത്തേക്കാല് മുറിക്കേണ്ടി വന്നു. അതൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ചേട്ടന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മുടെ വാഹനം വരെ നമ്മുടെ റൈറ്റ് സൈഡിൽ ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. കമ്പനി തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ ചെയ്തതാണ്? ഓക്കെ. അപ്പൊ ഇത് 1 കൊല്ലത്തോളമായി ചേട്ടന്റെ ബുദ്ധിമുട്ട്? കഴിഞ്ഞ ഏപ്രിലാണ് ചെയ്തത്, 2023. ഒരു കൊല്ലായി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി 7 മാസത്തോളം വീട്ടിലിരുന്നു. അപ്പൊ ഒരു പണിക്കും വേറെ പ്രശ്നങ്ങൾക്കും ഒന്നിനും പോകാൻ പറ്റാണ്ട് 7-8 മാസം ഇരുന്നു. ഇതിനു മുമ്പ് ചേട്ടൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ടൈൽസിന്റെ വർക്കായിരുന്നു. ടൈൽസ് വർക്ക് ഒരു 27 വർഷം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ തന്നെ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? അതായത് ഓട്ടോറിക്ഷ ഓടിക്കാൻ എനിക്ക് അങ്ങനെ ജീവിത മാർഗം എങ്ങനെയാണ് മനസ്സിലായത്? ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു കണ്ടീഷനില് നമുക്ക്. അപ്പൊ എന്തുകൊണ്ട് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് എത്തി? അതായത് നമുക്ക് ഡീസൽ എടുക്കാം, CNG എടുക്കാം. ഇലക്ട്രിക് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഓടിക്കാൻ സുഖമാണ്, അധികം കുലുക്കങ്ങളില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് കംഫർട്ടബിൾ ആണ്, സുഖമായിട്ട് ഓടിക്കാം. അതെ. പിന്നെ അത് മാത്രം എന്തുകൊണ്ടും എങ്ങനെ മോൺട്രയിലേക്ക് എത്തി? പല ഇലക്ട്രിക് ഓട്ടോകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. മോൺട്ര എന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചപ്പോ നല്ല മൈലേജ് ഉള്ള വണ്ടിയാന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് മോൺട്ര എടുത്തത്. ചേട്ടാ ഒരു ദിവസം എന്തോരം കിലോമീറ്റർ ഓടും ഈ വണ്ടി? ഞാനൊരു മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ 196 മൈലേജ് വരെ കിട്ടിയിട്ടുണ്ട്. 196. അതൊരു വലിയൊരു കാര്യം തന്നെ, കമ്പനി അത്ര പറയുന്നില്ല. അതന്നെ, ഞാൻ 188 ഓടി, പിന്നെ 8 കിലോമീറ്റർ എനിക്ക് ഓടാനുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുമ്പോ 196 മൈലേജ് ആണ് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതിനും കൂടുതലും പോവാനി കറക്റ്റ്. ഇപ്പൊ കോയമ്പത്തൂര് ഈ വണ്ടിക്ക് 203 മൈലേജ് കിട്ടണമെന്ന് പറയുന്നത്, നല്ല റോഡായത്. നമ്മുടെ തൃശ്ശൂര് 196 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ചേട്ടൻ നല്ല ഹൈവേയിൽ ഓടിച്ചിട്ടാണോ അതോ വേറെ തൃശ്ശൂരത്തെ വഴികള്? നമ്മുടെ തൃശ്ശൂർ സിറ്റി. തൃശ്ശൂർ റൗണ്ട്. ചേട്ടൻ ഏകദേശം ഈ വണ്ടി കൊണ്ട് കൂടുതൽ ദൂരമൊക്കെ പോയിട്ടുണ്ടോ? കൂടുതല് കേച്ചേരി, കുന്നംകുളം ആ ഭാഗം പോയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലും ഈ വാഹനം പോയിട്ട് കയ്യിൽ പെടേ എനിക്ക് പ്രശ്നമാവേ അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല ഇതുവരെ. ചാർജിങ് ഒക്കെ പക്കയാണ്. ഒരു ദിവസം രാത്രി വരെ സിമ്പിൾ ആയിട്ട് ഓടാൻ പറ്റും. രാത്രി ഓടാറുണ്ട്. അപ്പൊ ഈ വാഹനം എടുക്കണവർക്ക് ഇത് പ്രചോദനമായിട്ട് പറയാം. നല്ല 100% അടിപൊളിയാണ്. ഇനി ഈ വാഹനം എടുത്തിട്ട് ഇതിന്റെ അകത്തുള്ള കസ്റ്റമേഴ്സ് എന്താണ് ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്? കസ്റ്റമേഴ്സ് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഈ ഒറ്റ ആള് പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല അഭിപ്രായം. കയറി ഇറങ്ങുമ്പോ എല്ലാവരും നല്ല അഭിപ്രായം, കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. ദിവസം മുന്നേ വരെ ഒരു വയസ്സായ ഒരു അച്ചാച്ചൻ കയറിയിട്ട് പറഞ്ഞു ദൂരയാത്രക്ക് പറ്റിയ വണ്ടി കേട്ടോ, ക്ഷീണം ഉണ്ടാവില്ല. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കും ഓടിക്കാനുള്ള ഒരു പ്രചോദനം. ഓരോ യാത്രക്കാരെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാന്ന് പേടിച്ചിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ അവര് എല്ലാവരും ഒരാളും മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞല്ലോ. അതൊരു വണ്ടിയുടെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ പറയാനുള്ളൂ. തൃശ്ശൂർ തന്നെ ഒരു 10 വീടുകളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഫ്ലാറ്റിലേക്ക് താമസിക്കുന്നവര് ഡെയിലി ഓട്ടത്തിന് വേണ്ടിട്ട്. കാരണം അവര് അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ട കാരണം നമ്പർ വാങ്ങിച്ചു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഡെയിലി ഓട്ടം ഉണ്ട് ചേട്ടന്? ഡെയിലി ഓട്ടം ഉണ്ട്. ചേട്ടൻ മുടിങ്ങാലായിരിക്കും ഇനി അവര് ചീത്ത പറയാം. അതിലവർക്കൊരു അവർക്ക് വണ്ടി അത്ര ഇഷ്ടപ്പെട്ട സൈലന്റ് ആയിട്ടുള്ള യാത്ര, അതുകൊണ്ടാണ് അവര് കൂടുതൽ വിളിക്കണത്. ഓക്കെ. ഇപ്പൊ ഒരു 2-3 ഗർഭിണികൾ തന്നെ തൃശ്ശൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇതിനൊക്കെയായിട്ട് നമ്മുടെ വണ്ടി വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കും കംഫർട്ടബിൾ ആണ്. അവര് പറയുന്നത് ഗർഭിണികളാകുമ്പോ കുടുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ചേച്ചി നാള് ഒരു 30,000 ചെറിയ ഓട്ടത്തിന് കയറിയതാണ്. അപ്പൊ ആ ചേച്ചി നമ്പർ ചോദിച്ചു മോളെ കൊണ്ടുപോകാനായിട്ട്. അവര് കുറച്ച് കയറിയിരുന്ന നേരം കൊണ്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അവര് നമ്പർ വാങ്ങിച്ചു.
പിന്നെ അവരുടെ വീട്ടിലെ തോട്ടങ്ങൾക്ക് വിളിക്കും, കറക്റ്റായി കൊണ്ടുപോകാനും പിക്കപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ സെറ്റായി. അപ്പൊ 100% വിജയാണ്. 100% വിജയമാണ്. ഒരു സൈഡ് നെഗറ്റീവ് പറയാല്ലേ നമുക്ക് ചേട്ടൻ്റെ അടുത്തിട്ട്? ഓക്കെ. യാത്രക്കാര് ഇപ്പൊ ചിലർ പൈസ തരാണെങ്കിൽ ഇപ്പൊ നമുക്ക് 30 ആണെങ്കിൽ ഒരു 50 രൂപ തരും, കൂടുതൽ തരുന്നുണ്ട്. 70 രൂപ ആണെങ്കിൽ അവര് ഞാൻ 100 തന്നിട്ട് ബാക്കി കൊടുക്കുമ്പോ അവരെന്ത് ചെയ്യും, വെച്ചോളാം. കാരണം നല്ല സുഖം കേട്ടോ. നമ്മൾ കാറില് വന്ന പോലെ അത് നമ്മുടെ വിഷമം കണ്ടിട്ടല്ല, നമ്മുടെ വിഷമം അവരറിയാം. അറിയില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അവര് പറയും നമ്മളിതൊരു കാറിൽ യാത്ര ചെയ്ത പോലെയാണ്, നല്ല സൈലന്റ് യാത്ര. പിന്നെ നമ്മൾ ഓടിക്കുന്ന രീതിയും ചേട്ടൻ ഓടിക്കുന്ന രീതിയും നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും ഓടിക്കണ്ട. റാഷ് ഡ്രൈവിംഗ് ഒന്നും ആയിരിക്കില്ല. നമ്മളൊരു 40-50 അതിന്റെ മുകളിലേക്കില്ല. അപ്പൊ നല്ല കമ്പനി മൈലേജും കിട്ടും, നല്ല മൈലേജ് ഉണ്ട്. ആ യാത്ര വഴിയോര കാഴ്ചകൾ കണ്ട് പോവാനും പറ്റും, സമാധാനമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ബാക്കിൽ ഹോൺ അടിച്ചുള്ള ശല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ചേട്ടൻ? ഉപദ്രവം ഇല്ല, നമ്മളൊരു ഒതുങ്ങി നമ്മളൊരു രീതി ഡ്രൈവിംഗ്. കാരണം നമ്മുടെ യാത്രക്കാരെ കുഴിയിൽ ചാടിക്കാണ്ടും നല്ല രീതിയിൽ സേഫ് ആയിട്ട് എത്തിക്കുക. പിന്നെ മോശപ്പെട്ട റോട്ടിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല, അപ്പോഴും കുഴപ്പമില്ല. ഇനി വാഹനത്തിന് ഇത്രയും നാളായിട്ട് നമ്മൾ ഏകദേശം 1 മാസമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ടെന്ന് പറയണു. 2 മാസമായി. ഏകദേശം ഇപ്പൊ ഡിസംബറിന് മുമ്പൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. എടുത്തിട്ടുണ്ട് 2023 ഡിസംബർ. അപ്പൊ ഇത്രയും നാളായിട്ട് വാഹനത്തിന് സർവീസ് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്? നേരിട്ടില്ല, എല്ലാം പക്കയായിട്ട് തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് വാഹനം ഓടുമ്പോ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ചെറിയ ടൈറ്റ് ചെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അത് മാത്രല്ല, നമ്മുടെ ഈ ചേട്ടന്റെ വണ്ടി വിനോദേട്ടന്റെ വാഹനം എടുത്തു കൊടുത്തേക്കുന്നത് ഒരു നല്ലൊരു സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ കൂടിയിട്ടാട്ടാ. OVS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പാണ് ഈ വാഹനം മൊത്തമായിട്ട് നമ്മുടെ ചേട്ടനെ എടുത്തു കൊടുത്താണ്. അല്ല ചേട്ടാ, അത് അവരെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. അവരെന്ന് പറഞ്ഞു ചേട്ടൻ ദൈവം പോലെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മാരത്തോൺ ഓട്ടക്കാരനായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ കാല് പോയി എന്റെ ജീവിതം അതെ അവിടെ സ്റ്റോപ്പായി. പിന്നെ അതിൽ തന്നെ ഒന്ന് പിടിച്ചു ഉയർത്തിയത് ഗ്രൂപ്പാണ്, ഓവീസ് ഗ്രൂപ്പാണ്. ഫൗണ്ടേഷനില് ആളുടെ ഷാബു എന്നാണ് ആളെ പേര്. സാബു. ഓക്കെ. സാബു ചേട്ടൻ ഒരു ബിഗ് സല്യൂട്ട്. അവരാണ് ഇനിയിപ്പോ 2ാമത്തെ ജന്മണത്. അതെ ഷുവറായിട്ടും. എന്താ വെച്ചാ ചേട്ടന് ഈ ടൈല് പണി എന്ന് പറഞ്ഞ ഒരു സംഭവം ചിന്തിക്കാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് വണ്ടി കൈ പിടിച്ച് ഒരു രൂപ പോലും ചെലവാക്കണ്ടെന്നല്ലേ? അത് ഫുള്ള് അവരെന്നെ അടുത്ത് സെറ്റ്. ലോൺ അങ്ങനൊന്നുമില്ലല്ലോ ചേട്ടന്റെ തലേക്ക്? ഓക്കെ. നല്ല മനുഷ്യനാണ്. ഓ അവര് സ്ഥാപനമൊക്കെ എവിടെയാ വരണേ? ബിസിനസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ചേട്ടനിലേക്ക് ഒരു എൻട്രി വന്നത് അവരായിട്ട്? അവര് ഞാൻ മാരത്തോൺ റണ്ണറായ കാരണേ പഞ്ചായത്തിൽ ഒരു വിധം അവരറിയും. അങ്ങനെ എന്റെ കൂട്ടുകാരന്മാരും മുഖേന ആളറിയിച്ചു. അവരോട് പറഞ്ഞു, വീട്ടിൽ വന്ന് കണ്ടു. അങ്ങനെ എനിക്ക് കാല് കൃത്രിമകാല് വെച്ച് തന്നു ഫസ്റ്റ്. എന്നിട്ട് അവര് പറഞ്ഞ അടുത്തത് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ അവരെന്നെ പറഞ്ഞു നമുക്കെന്നാ ഒരു ഓട്ടോറിക്ഷ എടുക്കാം. അപ്പൊ വീട്ടുകാരെ ഒന്നിച്ചുള്ള യാത്രയ്ക്കും പിന്നെ ഒരു ജോലി ആയില്ലോ. തൊഴിൽ മാർഗം. പക്ഷെ ചേട്ടൻ അപ്പോഴും മോട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല? അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പണ്ട് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ടൈൽസ് പണിയായിരുന്നു. ഒന്ന് ടച്ചപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് എടുത്ത്. ലൈസൻസിന്റെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല, എല്ലാം ഉണ്ട്. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ തൃശ്ശൂര് ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ വഴികളിലും നമ്മുടെ മോട്ടറ കൊണ്ട് ഓടിക്കുന്നുണ്ട്. കുറെ വണ്ടികൾ ഇറങ്ങി തൃശ്ശൂർ ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയില് പുതിയത് ഇറങ്ങുന്നത് മോണ്ട്രയാണ് ഇറങ്ങുന്നത് ഏറ്റവും കൂടുതൽ. മഹീന്ദ്ര കൈക്കോൺ വണ്ടികൾ ഉണ്ട്, പക്ഷെ അത്രക്കില്ല. പുതിയത് ഇറങ്ങുന്നതൊക്കെ മോണ്ട്ര. ഏറ്റവും പുതിയ മുരുകപ്പ ഗ്രൂപ്പിന്റെ ഈ മോണ്ട്ര എന്നുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കാരണം നമ്മളിപ്പോ ഒരു പേട്ടയിൽ ചെന്നാലും ഒരു സെന്ററിൽ ചെന്നാലും എല്ലാ ഓട്ടോറിക്ഷക്കാരും വന്ന് നോക്കി നമ്മുടെ അടുത്തേക്ക് വന്ന് എവിടെ ചെന്നിട്ടാലും എല്ലാവരും കൂടി കാണാനൊരു ആകാംക്ഷയാണ് എല്ലാവർക്കും. ഇത് എന്താ സംഭവം, ഇത് കണ്ടു, മൈലേജ് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരും ചേട്ടൻ വഴി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ യൂണിയൻകാരായാലും എവിടെയെങ്കിലും തൃശ്ശൂർ അരിയങ്കാടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും വന്നു, വണ്ടി കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു, മൈലേജ് ഒക്കെ ചോദിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം. പിന്നെ നല്ല ബോഡി മെറ്റൽ ബോഡിയാണ് കേട്ടോ വാഹനത്തിന്റെ, ഫുൾ മെറ്റൽ ബോഡിയാണ്. പിന്നെ അതുപോലെ വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഓടിക്കുമ്പോ ഒരു നല്ലൊരു ക്വാളിറ്റി ഫീൽ ഉണ്ട് ഓടിക്കാനായിട്ട്. പിന്നെ കാറ്റ് പിടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, ഇതുവരെ ഓടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവം ഇല്ല. അല്ലേ? പിന്നെ ചാർജിങ് ചേട്ടൻ എപ്പോഴാണ് ചാർജിങ് ചെയ്യാൻ? ഓട്ടം കഴിഞ്ഞ് ചെന്നാലും ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ ചെന്ന് കുറച്ച് നേരം ചാർജിങ്. അല്ലാണ്ട് രാത്രി കുത്തിയിട്ടില്ല? രാത്രി കുത്തിയിടും, ഫുള്ള് കുത്തിയിടും. രാത്രി 5 മണിക്കൂർ അപ്പോഴേക്കും ഫുൾ ചാർജ് ആവും. റോട്ടിൽ നിന്ന് ചാർജ് ചെയ്യണ്ടവല്ല? ഇല്ല, റോട്ടിന് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ ഒരു വന്നിട്ടില്ല. കാലത്ത് ഒരു 8 മണി 8:30 വീട്ടിൽ നിന്ന് പോന്നാല് നമുക്ക്
എങ്ങനെ പോയാലും ഓടാനുള്ളതുണ്ട്. ഞാനൊരു തിരിച്ചെത്തുമ്പോഴേക്ക് എത്ര ഉണ്ടാവും ബാക്കിയില്? ഒരു 10 കിലോമീറ്റർ ഓടാനുള്ളതാ. ചില ദിവസം ഞാൻ 1 കിലോമീറ്റർ ബാലൻസ് വെച്ചിട്ട് വിചാരിച്ചിട്ട്, പക്ഷെ 1 കിലോമീറ്റർ ബാലൻസ് വെച്ച് വന്നാലും വലിക്കൊരു കുഴപ്പമില്ല, പ്രശ്നമില്ല. എല്ലാവരും പറഞ്ഞു ചാർജ് കഴിയുന്നോറും വലിയ കുറയെന്ന് പറയുന്നത്. ഞാൻ ഒരു വീട്ടിൽ വന്ന് കയറുമ്പോ 1 കിലോമീറ്റർ ബാലൻസ് ഉള്ളു. പക്ഷെ എന്നാലും എനിക്ക് ഏകദേശം അടുത്ത് വരെ 2 ആൾക്കാരും കിട്ടി, ബസ് കിട്ടാൻ. എന്നിട്ടും നമുക്ക് വലിയ കുറവ് വന്നില്ല, പ്രശ്നമില്ല. പിന്നെ ഈ കയറ്റം കയറുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ മോഡുകൾ മാറ്റിയിടാം. ഞാൻ ഇപ്പോ തൃശ്ശൂര് വെലങ്ങൻകുന്ന് അമലേരെ അടുത്ത് വെലങ്ങൻകുന്നില്ലേ, അവിടെ അടുത്തേക്ക് നമ്മുടെ മുതുവറന്ന ലെഫ്റ്റ് പോയിട്ട് അടാട്ട് വഴിയിലേക്ക് കടക്കുമ്പോ റൈറ്റിലേക്ക് വഴികളുണ്ട്. ശരിക്കും വെലങ്ങുന്ന വഴി പോലെയാണ്, ടാറിട്ട വഴിയല്ല, ഇത് മണ്ണ് റോഡാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള റോഡാണ്. മുതുവറന്ന ലെഫ്റ്റ് കട്ട് ചെയ്യുമ്പോൾ റൈറ്റിലേക്കുള്ള വഴിയല്ല, ആ വഴി വരെ കുഴപ്പമില്ലാണ്ട് കയറി. 3 ആളും കുട്ടിക്കായിട്ട് 3 ആൾക്കാര് വെച്ചിട്ട് ബാക്കിലിടാ കയറി, സിമ്പിൾ ആയിട്ട് കയറി. കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഫാമിലി. കയറ്റെന്ന് പറഞ്ഞാ ടാറിട്ട റോഡല്ല, കല്ലും മണ്ണ് ഇട്ടുള്ള ഒരു മിസ്സിംഗ് റോഡാ. തിരിച്ചിറങ്ങാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എപ്പോഴേലും മറിയോന്നൊക്കെ പേടിച്ചിട്ടുണ്ടാ? ഇല്ല, അങ്ങനൊന്നും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്ത് അടിപൊളിയായിട്ട്. ഇപ്പൊ എത്ര ഓടി ചേട്ടാ? 1 കിലോമീറ്റർ ഓണം? നമ്മുടെ 8291, അതായത് 8291 കിലോമീറ്റർ 2 മാസത്തിനുള്ളിൽ ചേട്ടൻ ഓടിയുണ്ട്. അത് നമുക്കൊരു സക്സസ് തന്നെ വേണേ പറയാം. ഇത്രയും ഓടിയല്ലോ ചേട്ടാ. ഇനി ഫാമിലി ആയിട്ട് എങ്ങടെങ്കിലൊക്കെ നമ്മള് വാഹനം കൊണ്ട് പോകാറുണ്ടോ? കാറ് ഇല്ലാന്ന് തോന്നുന്നല്ലോ വീട്ടില്? കാറില്ല. അപ്പൊ നമ്മുടെ കാറാണിത്. യാത്രക്കാര് പറയുന്നത് കാറിലിരുന്ന് പോണ പോലെ. അതെ അതെ, അത്രയും സുഖമാണ് ഇതിന്റെ അത്. പിന്നെ വാഹനം ഇന്റീരിയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഈ സൈഡിൽ കുഷ്യനൊക്കെ വെച്ചിട്ടുണ്ടോ അല്ലെ? ഈ 2 സൈഡിലും കുഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മാത്രം ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും വാഹനത്തിന്റെ അതേപോലെ തന്നെ ഷോറൂം. ഓക്കെ, കാശലവാണ് അതൊക്കെ, കാശല. അതെ, ഇത് ഹൈറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? കറക്റ്റ് ചേട്ടന്റെ ഹൈറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഹൈറ്റ് മാത്രല്ല, ഈ ഒരു സ്പേസും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ? ഇപ്പൊ വണ്ടിയില് ആൾക്കാർ കയറി ഇരുന്ന വഴിക്ക് നമ്മളിപ്പോ ശ്രദ്ധിച്ചിരിക്കണം. വണ്ടി കയറി ഇരുന്ന അപ്പൊ അവര് ആദ്യം പറയുന്നത് അവര് തമ്മിൽ അടക്കം പറയും, നല്ല സ്പേസ് ഉണ്ട്. ഫസ്റ്റ് അവർ കയറി ഇരുന്ന വഴിക്ക് അവര് തമ്മിലിട്ടോ, നമ്മള് കേൾക്കില്ല, നമുക്കത് കേൾക്കാൻ പറ്റും, നല്ല സ്പേസ് ഉണ്ടെന്ന് പറയും. അതൊക്കെ ഒരു ഐശ്വര്യമാണ്. പിന്നെ തമ്മിൽ അവര് പറയും നല്ല സ്മൂത്ത് ആണ്, സൈലന്റ് ആണ് എന്ന് പറയും. ചേട്ടാ ഇതിനു മുമ്പ് വേറെ ഇലക്ട്രിക് ഓട്ടോ ഓടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. ഇനി ഇത് എടുത്തതിന് ശേഷം മാറി ഓടിച്ചിട്ടുണ്ടോ വേറെ വണ്ടികൾ? എടുത്തതിന് ശേഷം ഞാൻ വേറെ വണ്ടികള് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാലും അതിനും വിട്ട് ഇതിനെന്തോ കൂടുതലായിട്ടാണ് തോന്നുന്നത്. വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല ബോഡി വെയിറ്റ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് കുലുക്കുന്നുറവും നല്ല സ്മൂത്ത്. ആൾക്കാർ പറയുന്നത് കവറിൽ യാത്ര ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ നമ്മുടെ വിനോദേട്ടന്റെ വിശേഷങ്ങള്. അപ്പൊ നമ്മുടെ വിനോദേട്ടന്റെ തൃശ്ശൂരിലുള്ള അരിമ്പൂരിലുള്ള വിനോദേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ കൊല്ലം 1 കൊല്ലമായിട്ട് കാല് നഷ്ടപ്പെട്ടുള്ള വിനോദേട്ടന്റെ ഒരുപാട് വിഷമങ്ങൾ ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇവിടം വരെ. ഈ 2 മാസമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒന്ന് റിട്ടേൺ ബാക്ക് ആയിട്ട് എത്താനുള്ള ഒരു സമയം എടുത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിനോദേട്ടാ, അപ്പോൾ കാണാം. ശരി ചേട്ടാ.